കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ നെൽസൺ കാളവണ്ടിയുമായി പോകുന്നതിനിടെ ബൈക്കിലെത്തിയ ഷഫീഖിനും സുഹൃത്ത് സിംസനും വഴി നൽകിയില്ല. ഷഫീഖ് ഹോൺ മുഴക്കിയും ബൈക്കിന്റെ ആക്സിലേറ്റർ റേസ് ചെയ്തും ബഹളമുണ്ടാക്കി വഴി നൽകാൻ ആവശ്യപ്പെട്ടു. നെൽസണും സുഹൃത്ത് ജെൻസണും വഴി നൽകാതെ യാത്ര തുടർന്നതോടെ ഇരുകൂട്ടരും തമ്മിൽ വാക്തർക്കവും കയ്യാങ്കളിയും ഉണ്ടായി. തുടർന്ന് രാത്രി 10:30 വടകരപ്പതി ലാലക്കാട്ടിൽ വെച്ച് നെൽസണും ജെൻസണും ചേർന്ന് ഷഫീഖിനെയും സിംസനെയും കുത്തുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ ഷഫീഖിനെയും സിംസനെയും കോഴിപ്പാറയിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷഫീഖിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സിംസൺ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിന് ശേഷം മുങ്ങിയ പ്രതികൾ തമിഴ്നാട്ടിലും മൈസൂരിലും ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പ്രതികൾ കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഈ ചാനൽ പാലക്കാട്. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.